അഭിയുടെ വീട്ടുമുറ്റത്തെത്തി. അപ്പുവിന്റെ കയ്യിൽ നിന്നും നിലവിളക്ക് മേടിച്ച് വലതുകാല് വെച്ച് കയറി. ചേർത്ത് പിടിച്ച് അഭിയും ഉണ്ടായിരുന്നു. വിളക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്റെ മരണം വരെ ഈ താലി കഴുത്തിൽ കാണണേ എന്ന പ്രാർത്ഥനയായിരുന്നു. എന്താണ് വൈഫി ഇത്ര പ്രാർത്ഥന? ഒന്നുമില്ല ഹബി, നിന്നെ എങ്ങനെ നന്നാക്കാന്ന് ചോദിച്ചതാ. എനിക്ക് എന്നാടി കുഴപ്പം? എന്തു കുഴപ്പം? അപ്പൊ നീയല്ലേ പറഞ്ഞത്? അതും പറഞ്ഞ് അവളെ നോക്കി പേടിപ്പിച്ചു. അതോ സുമ്മാ പറഞ്ഞതല്ലേ? എന്നാ വായോ. അവളുടെ തോളിൽ കൂടെ കൈയിട്ട് അവർ പുറത്തു വന്നു. പിന്നെ മധുരം കൊടുക്കലായി. നാളെ റിസപ്ഷൻ ആയോണ്ട് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. അടുത്ത വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം പരിചയപ്പെട്ടു. പാച്ചുവാ, ഇതൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയി വരാം. ദേ വരുന്നു. ചേച്ചി ഈ തലയിലുള്ളതൊന്ന് അഴിച്ചു തരുമോ? തലയ്ക്ക് ഇതൊക്കെ വെച്ച് കനം പോലെ. നീ വാ. തലയിൽ അഴിച്ചു കൊടുത്ത് ഓർണമെന്റ്സ് ഊരിക്കൊടുത്തു. നീ പോയി കുളിച്ചിട്ട് വായോ, സാരി ഒന്ന് വെയിൽ കൊള്ളിച്ചേക്ക്. ശരി അപ്പൂസേ, കുറച്ചു നേരം പോയി കിടക്ക്. എന്റെ ചോട്ടുവിന് റെസ്റ്റ് വേണ്ടേ? അതുകൊണ്ട് പോയി കിടക്കാൻ നോക്കിയേ. ശരി രാജാവേ. പാച്ചു പോയി കുളിച്ചു. കുളിച്ചപ്പോ തന്നെ കുറച്ച് ആശ്വാസമായി. സാരി കൊണ്ട് ബാൽക്കണി കൊണ്ടുപോയി ഇട്ടു. പിന്നെ വന്ന് നെറുകയെ കുറിച്ച് സിന്ദൂരം ഇട്ടു. മുടി തോർത്തി തിരിഞ്ഞപ്പോൾ അഭിയാണ് കാണുന്നത്. ഇതെപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. കുറച്ചു നേരമായി. അതും പറഞ്ഞ് അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് തോളി തലവെച്ച് കണ്ണാടിയിലൂടെ നോക്കി. അവൾ അവന്റെ കവിളിൽ കൈചേർത്ത് പിടിച്ചു. അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാണ് ചെക്ക? എന്തോന്ന്? നിനക്ക് നാണമൊന്നുമില്ലേ? എന്ത് റൊമാൻറ്റിക്കായാണ് വന്നത്? അവൾ തിരിഞ്ഞു നിന്ന് കഴുത്തിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്നു. അതോ, ഞാനും കൂടെ ഇവിടെ നാണിച്ചെന്നാ ശരിയാവൂല. അതുകൊണ്ട് എന്റെ ചെക്കൻ പോയി ഫ്രഷായി വാ. നീയും വായോ. എങ്ങോട്ട് ഫ്രഷ് ആവാൻ? ഓ, അതിന്റെ ആവശ്യമില്ലെന്ന്. പോയി ഫ്രഷായി വാ. നീ പോടി ദുഷ്ടേ. അവളുടെ കയ്യിലേക്ക് ടവൽ മേടിച്ച് ബാത്റൂമിലേക്ക് പോയി. മുടി ചെറിയ കുളിർപ്പിന്നൽ ചെയ്തു. താഴോട്ട് പോവാൻ തുടങ്ങിയപ്പോ അഭി ബാത്റൂമിൽ നിന്ന് വന്നു. ഉഫ്, എന്നാ ബോഡിയായി ചെക്കന്. അവൾ അവനെ സ്വയം മറന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചെക്കൻ വന്ന് അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവന്റെ നെഞ്ചിലെ വെള്ളത്തുള്ളികൾ അവളുടെ ദേഹത്തും വ്യാപിച്ചു. അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. എന്നെ എടുക്ക്. എന്ത് എടുക്കാൻ? അവൻ അവളെ ചിരിയോടെ എടുത്തുയർത്തി. ഇനി ആ കബോർഡിന്റെ അടുത്ത് കൊണ്ടുപോയേ. നീ എന്നാ തേങ്ങ അടി പറയുന്നേ? പോവാൻ. അവൻ അവളെയും കൊണ്ട് അങ്ങോട്ട് പോയി. അവൾ അത് തുറന്ന് ഒരു ടർക്കി എടുത്ത് അവന്റെ തല തുവർത്താൻ തുടങ്ങി. വെള്ളം കണ്ടോ? നന്നായി തുടച്ചല്ലെന്നാ. എന്നാൽ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതൊന്നും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് അവന്റെ തല തുറത്തിക്കൊണ്ടിരിക്കുന്ന പാച്ചു അവനെ നോക്കിയപ്പോൾ അവന്റെ പാച്ചു ചെറുതായി പതറി. അവൻ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് അവന്റെ മുഖത്തോട് അടുപ്പിച്ചു. അബിയേട്ടാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവളുടെ അതരങ്ങൾ അവൻ സ്വന്താക്കി. ആദ്യം അവൾ പകച്ചുവെങ്കിലും അവളും അവനോട് ഇഴചേർന്ന് അവൾ അവനെ അവളുടെ 2 കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്ത് കഴുത്തി ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. ആദ്യമായിരുന്നു ഇത്ര ആഴത്തിൽ അവൾ അവനോട് ചേർന്ന് ചുംബിച്ചത്. ശ്വാസം എടുക്കാൻ സാധിക്കാതെ വന്നപ്പോ പിന്മാറി. അവൻ അവളെ അതേപോലെ ചേർത്ത് പിടിച്ചു. അവന്റെ കഴുത്തിലേക്ക് മുഖാമർത്തി ശ്വാസം എടുത്തുകൊണ്ടിരുന്നു. അവൻ അവളെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. പാറൂസേ, നിനക്കറിയോ, അമ്മ പോയി കഴിഞ്ഞ് ആരും എന്നെ ഇതുപോലെ. അതും പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവന്റെ ശബ്ദം ഇടറി. അവൾ അവനെ തലയുയർത്തി നോക്കി. നിനക്കറിയോടാ, ഏട്ടനെ ഏട്ടത്തി ചെയ്തു കൊടുക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചു എന്നെയും ആരെയും എന്നെയും അതുപോലെ കെയർ ചെയ്തിരുന്നെങ്കിലെന്ന്. ഇന്നെന്റെ ആഗ്രഹങ്ങൾ ഫുൾഫില്ലായതുപോലെ. അവന്റെ കണ്ണിലെ നീർത്തിളക്കം അവളുടെ ഹൃദയത്തെ പൊള്ളിച്ചു. അവൾ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനുണ്ടാകും എന്ന ഉറപ്പ് പോലെ. അവൻ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. രണ്ടുപേരും അങ്ങനെ നിന്നു. പയ്യെ അവന്റെ നാവ് അവിടെ ചിത്രപ്പണി ചെയ്യാൻ തുടങ്ങി. കൂടെ അവന്റെ കൈകൾ ബനിയം പൊക്കി അണിവേറെ തിരിച്ചു തുടങ്ങി. അവൾ പിടച്ചിലൂടെ ശ്വാസം പിടിച്ചു. നാവുകളുടെ കൂടെ അവന്റെ പല്ലുകളും അവളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൾ അവന്റെ മുടിയെ കൊളുത്തി വലിച്ചു. ഇനിയും നിന്ന ശരിയാവൂല എന്ന് തോന്നി അഭിയെ നോക്കി. എവിടെ? ഉടുമ്പ് പിടിച്ച പോലെ. അഭിയേട്ടാ, താഴോട്ട് പോണ്ടേ? വേണ്ട. വേണം. എല്ലാവരും നമ്മളെ നോക്കിയിരിക്കാം. അങ്ങോട്ട് പോവാം. അഭിക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്തു. ഞാൻ താഴോട്ട് പോവാണേ, അങ്ങോട്ട് വന്നേക്കണേ. എനിക്ക് മെയില് ചെക്ക് ചെയ്യാനുണ്ട്. നീ നടന്നോ? യെസ് ബോസ്. അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി. അത് കഴിഞ്ഞ് അവന്റെ വർക്കിലേക്ക് തിരിഞ്ഞു. താഴെ അടുക്കളയിൽ പോയി ജ്യൂസ് അടിച്ച് അപ്പൂന് കൊണ്ട് കൊടുത്തു. പിന്നെ വിശ്വച്ചനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം കാണും അച്ഛയുടെ മടിയിൽ തലവെച്ച് കിടന്നു. TV കണ്ടു. പയ്യെ ആ മടിയിൽ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് വന്ന അക്കിയും അബിയും കാണുന്ന അച്ഛന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന പാച്ചുവിനെയാണ്. അച്ഛൻ TV കണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങിയോ? കുറെ നേരം സംസാരിച്ചിരുന്നതാ. പയ്യെ ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമുണ്ട് കുഞ്ഞിന്. രാവിലെ തൊട്ടുള്ള നിൽപ്പല്ലായിരുന്നോ? അപ്പുമോൾ എഴുന്നേറ്റോ? ഏട്ടത്തി ഓക്കെ അല്ലേ? കുറച്ചു മുമ്പ് പാച്ചൂടൻ വന്ന് ജ്യൂസ് കൊടുത്തു. അത് കുടിച്ച് പിന്നെയും കിടന്നു. കാലിൽ കുറച്ച് നീരിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് തിരുമ്മിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് മാറും.
തിരക്കിനിടെ എന്റെ കൊച്ചിന്റെ കാര്യം മറക്കരുത്. ഡാ, മോളെ കൊണ്ട് കിടത്താൻ നോക്ക്. നിങ്ങളും പോയി കുറച്ച് വിശ്രമിക്കേ, ഞാനൊന്ന് കിടക്കട്ടെ. അവൻ അവളെ കോരിയെടുത്ത് റൂമിലേക്ക് പോയി അവളെ ബെഡിൽ കിടത്തി. അവനും അവളോട് ചേർന്ന് കിടന്നു. അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പാച്ചു കണ്ണു തുറക്കുമ്പോ അബിയുടെ നെഞ്ചി തലവെച്ച് കമിഴ്ന്ന് കിടക്കുക. അവളെ രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ച് അബിയെ അവന്റെ നിഷ്കളങ്കമായ ഉറക്കം കണ്ട് അവനെ തന്നെ നോക്കിക്കിടന്നു. പയ്യെ അവന്റെ ചെവി കടിച്ചു. ആ, എന്നടി കോപ്പെ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഒരു കള്ളച്ചിരിയോടെ ഒന്നും കൂടി ചെവി കടിച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് അവന്റെ നേരത്ത് കയറ്റി കിടത്തി. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ നെറ്റി ചുംബിച്ചു. അവളൊന്ന് കുറുകി നെഞ്ചി മുഖമൊളിപ്പിച്ച് കിടന്നു. സന്ധ്യ ആവാറെ, ഞാൻ താഴെ പോവാണ്. കുറച്ചു നേരം കൂടി. വേണ്ട, ഞാൻ പോട്ടെ. അപ്പു എഴുന്നേറ്റ് കാണും. പൊയ്ക്കും. അതിനു മുമ്പ് ഇവിടെ ഒന്ന് തന്നിട്ട് പൊയ്ക്കും. ചുണ്ട് തടവി അബി പറഞ്ഞു. അമ്പട പുളുസോ, കൊള്ളല ചെക്കൻ. തരുവോ ഇല്ലയോ? ഇല്ല, കായ് മാറ്റി ചെക്ക. ഇന്ന് കുറെ മോനെ ഉമ്മിച്ചതാ. ഇപ്പൊ തന്നെ എന്റെ ചുണ്ട് കറിച്ചു പറിച്ചു വെച്ചേക്കുവാ. ഇനി ചെക്ക ഉമ്മ പോലും. അങ്ങോട്ട് മാറിയ കാല. നിന്നെ കാണുമ്പോ കൺട്രോൾ പോകുന്നുണ്ടല്ലേ, നോക്കട്ടെ ഞാൻ. അയ്യോ വേണ്ടായേ. അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി വന്നു. അബിയേട്ടാ, ഞാൻ താഴെ പോവാണേ. അപ്പൊ നീ തരൂല അല്ലേ? ഇല്ല. നോക്കിക്കോടി, ഇതിനൊക്കെ ഞാൻ ഇന്ന് രാത്രി ചോദിച്ചിരിക്കും. ആണോ? അറിഞ്ഞില്ല. ഒന്ന് പോ ചെക്ക. അതും പറഞ്ഞ് അവനെ നോക്കി പുച്ഛിച്ചു പോയി. രാത്രിയിലും കാണണം നിന്റെ ഈ പുച്ഛം. ഓ. പാച്ചു താഴെ ചെന്ന് നേരെ ഗാർഡനിൽ പോയി. ആരും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വെച്ച് പിടിച്ചത്. കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ അകത്ത് പോയി അടുക്കളയിൽ ചെന്ന് 3 ചായയും 2 കോഫിയും ഉണ്ടാക്കി. അബിയും അപ്പും കോഫിയുടെ ആളുകളാണ്. ചായ ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്നു. അപ്പൂസിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആ വീർത്ത വയറുമായി വരുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. കൂടെ ആകിയേട്ടൻ ചേർത്ത് പിടിച്ചിട്ടാണ് വരവ്. ആ, മോൾ എഴുന്നേറ്റോ? ഉറങ്ങിപ്പോയച്ചാ. അതിനെന്നാ, 2 ദിവസത്തെ ഓട്ടോ അല്ലേ? ഓക്കെ, മുഖം എല്ലാം ഇരിക്കുന്നേ. അതെ, ഏട്ടത്തി നന്നായി റെസ്റ്റ് എടുക്കണം. നീയും തുടങ്ങുവാണോ അബിയെ? കാര്യല്ലേ പറയുന്നേ? കണ്ടോ അപ്പുവാണ്. എന്ത് കുന്ത? പാച്ചു പറഞ്ഞു. നീ പൊടി മാങ്ങാമോറി. ആകെ അവളെ നോക്കി പേടിപ്പിച്ചു. ചപ്രത്തലച്ച, എന്നെ മാങ്ങാമോറി എന്ന് വിളിക്കുന്നോടാ. പാച്ചുവും വിട്ടുകൊടുത്തില്ല. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? അബി ചൂടായി. അത് പറയാൻ നീ ആരാടാ? ആകെ അവന്റെ നേരെ തട്ടിക്കയറി. രണ്ടും കൂടി വഴക്കിട്ടിട്ട് ആരാടാ എന്നോ? എന്റെ കുഞ്ഞനായിട്ട് ഞാൻ വഴക്കിടും. അതിന് നിങ്ങൾക്കെന്താ? അവൻ പാച്ചുവിനെ ചേർത്ത് പിടിച്ചു. അതെ, നിങ്ങളാരാ? ഇനി വാ, ഏട്ട എന്നെ വഴക്ക് പറഞ്ഞ് കളിയാക്കി എന്നൊക്കെ പറഞ്ഞു. ആകെ പാച്ചുവിനെ നോക്കി. ആണോ എന്ന പോലെ. അങ്ങനെ ചെയ്യോ എന്ന എക്സ്പ്രഷൻ അവിടെ നിന്നു. നീ പോടാ, അവൾ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് അസൂയാണ്. എനിക്കെന്തിനാ അസൂയ? എനിക്കെന്റെ ഏട്ടത്തിയുണ്ട്. അത് തന്നെ, അവ ഞാനുണ്ട്. മതിയാക്ക് 4. എന്നെ ആർക്കും വേണ്ടല്ലോ. വിശ്വച്ചയാണ്. അയ്യേ, അച്ചയ്ക്ക് ഞങ്ങൾ 4 പേരും ഇല്ലേ? അതും പറഞ്ഞ് അവർ അച്ചയെ കെട്ടിപ്പിടിച്ചു. പാച്ചു പോയ സങ്കടത്തിലാണ് അവിടെ. എന്നാലും ഗൗരി വന്നതിന്റെ സന്തോഷമുണ്ട്. അമ്മമാരുടെ പുറകെ തന്നെയാണ് അവൾ. ഇടയ്ക്ക് അച്ഛന്മാരോട് പോയി കത്തി വെക്കും. എല്ലാവരുടെ ഇടയിൽ ഓടി നടക്കുക പെണ്ണ്. കിച്ചുവിനെ കാണുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചു പോവും. അവന്റെ കയ്യിലൊന്ന് കിട്ടുന്ന പോലും ഇല്ല. രാത്രി എല്ലാവരും കൂടി ഫുഡ് കഴിച്ച് പാച്ചുവുമായി വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അവൾ ഹാപ്പി ആയതുകൊണ്ട് എല്ലാവരും ഹാപ്പി. പാച്ചുവിന്റെ ചളി സഹിക്കാനാവാതെ വസു അവളെ ഓടിച്ചു വിട്ടു. കൂടെ കുറച്ച് ഉപദേശം. അത് കേട്ടപ്പോ തന്നെ ഫോൺ കട്ട് ചെയ്ത് അവളും പോയി. ലതാമ്മയും വാസുവും കൂടി ഗൗരിയെ ഒരുക്കി കയ്യിൽ പാൽ ഗ്ലാസും കൊടുത്ത് മുറിയിൽ പറഞ്ഞയച്ചു. ദേവിയെ, വന്നപ്പോ തൊട്ട് മുങ്ങി നടക്കുമായിരുന്നു. ഇനി ഞാൻ പെട്ടല്ലോ. എന്നെ ആരുമില്ലേ ഇവിടെ നിന്ന് രക്ഷിക്കാൻ. രാവിലെയുള്ള ചെക്കന്റെ റൊമാൻസ് താങ്ങുന്നില്ല. നീയേ എനിക്ക് തുണ. അതൊക്കെ ആലോചിച്ച് റൂമിൽ നിന്നപ്പോഴാണ് ഭിത്തി ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെ കാണുന്നത്. എന്താ ഇപ്പൊ ഇങ്ങോട്ട്? അമ്മമാരുടെ കൂടെ തന്നെ നിന്നാ പോരായിരുന്നോ? അത് കിച്ചുവേട്ടാ, ഉറങ്ങണ്ടേ അതിന്. ആണോ? ഇത്രയും നേരം ഞാനെന്ന ആളെ നീ കണ്ടോ? കണ്ടു. എന്നിട്ടാണോടി എന്നെ കാണാതെ നടന്നേ? സോറി. അവളുടെ സോറി എന്ത് സങ്കടമായിരുന്നോ? ഏട്ടോ, നീ പോ. ഞാൻ എവിടെ പോവാൻ? അമ്മയുടെ അടുത്ത്. അതല്ലേ ഇഷ്ടം. ഞാൻ നിന്നെ പിടിച്ചു തിന്നും എന്ന രീതിയിലല്ലേ നിന്റെ മുഖം. എന്നെ ഇഷ്ടമല്ലല്ലോ. പോണില്ല എന്റെ ഏട്ടാ. ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങി എങ്ങനെയാണ്? വേണ്ട. അതും പറഞ്ഞ് ബാൽക്കണിയിൽ പോയി നിന്നു. അവൾ അവനെ പുറകെ കൂടെ കെട്ടിപ്പിടിച്ചു. എവിടെ? ചെക്കൻ മാസിലും പിടിച്ചിരിക്കുക. പുറത്ത് നനവറിഞ്ഞപ്പോഴാണ് അവൾ കരയുവാണെന്ന് അവന് മനസ്സിലായത്. അവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് മുമ്പിൽ നിർത്തി. ഗൗരി, ഡാ, എന്നതാ? എന്നാ പറ്റിയേ? അവൻ അവളുടെ മുഖം കോരിയെടുത്ത് ചോദിച്ചു. ഞാൻ അമ്മമാരെ കണ്ടപ്പോൾ അവരുടെ കൂടെ എനിക്ക് ഇതുവരെ ആരും അങ്ങനെ നോക്കാതെ ഇപ്പൊ കിട്ടിയപ്പോൾ അവരുടെ കൂടെ നിന്ന് എന്തൊക്കെയോ അവൾ കരച്ചിലിന്റെ ഇടയ്ക്ക് പറയാൻ ശ്രമിച്ചു. അവൻ അവളെ പൊക്കി പാരപ്പറ്റിലിരുത്തി.
എന്റെ പൊന്ന് ഗൗരിക്കുട്ടാ, നിന്നെ ഞാൻ പറ്റിച്ചതല്ലേ. എനിക്ക് എന്ത് സന്തോഷായെന്നു നീ അവർക്ക് ഇത്ര ഇമ്പോർട്ടന്റ് നൽകുന്നത്. പിന്നെ നിന്നെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ നോക്കിയതല്ലേ. ആണോ? അല്ല, എങ്ങനെ നിന്നാ മതിയോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പൊ എങ്ങനെയാണ്? അവൻ അവളെ നോക്കി മീശ പിരിച്ച് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു. നിന്നെ ഞാൻ സ്വന്താക്കിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും. അവൾ ഒന്നുകൂടി അവനെ വരിഞ്ഞു മുറുക്കി. എന്താടാ? അവൻ നേരെ കൈകൾ ഉയർത്തി എന്നെ എടുത്തു എന്ന പോലെ അവൻ അവളെ ചിരിയോടെ ഉയർത്തി വെട്ടിക്കൊണ്ട് കിടത്തി. അവളുടെ മുകളിലേക്ക് കിച്ചു കൈകുത്തി നോക്കി. ഗൗരി കണ്ണുകൾ അടച്ചു ഉമിനീരിറക്കി. അവൻ അവളുടെ തൊണ്ടയിൽ അമർത്തി ചുംബിച്ചു. അത് കഴുത്തിലേക്ക് ഇറങ്ങി. അവന്റെ ചുണ്ടുകൾ അവളിൽ അലിഞ്ഞു നടന്നു. ചുണ്ടുകൾ അതിന്റെ ഇണയെ കണ്ടെത്തുമ്പോൾ അവളുടെ കൈകൾ അവന്റെ പുറത്തമർന്നു. കൈകൾ അവളുടെ ആലിലവയറി തലോടി തഴുകുമ്പോൾ രണ്ടുപേരും മറ്റൊരു തലത്തിലേക്ക് അവരുടെ പ്രണയത്തെ സ്വന്താക്കുമായിരുന്നു. അവളിൽ നിന്ന് കേൾക്കുന്ന നിശ്വാസങ്ങൾ അവനിലെ പ്രണയത്തെ ഉണർത്തി. അവന്റെ കൈകൾ അവളിലെ സ്ത്രീയെ തഴുകി തലോടി. അവളിലുള്ള തടസ്സങ്ങളെ അവളിൽ നിന്ന് നീക്കി. അവളിലേക്ക് ചെറു നോവോടുകൂടി അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവന്റെ കൈകളും ചുണ്ടുകളും അവളിൽ അലഞ്ഞു നടന്നു. അവളുടെ നഗ്നതയുടെ പുതപ്പായി അവൻ അവളിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണിലെ നീർമണികളെ പോലും അവന്റെ അധരങ്ങൾ ഒപ്പിയെടുത്തു. അവരുടെ നിശ്വാസങ്ങൾ അവിടെ പ്രതിധ്വനിച്ചു. അവളെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾ അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടാതെ കിടന്നു. വേദനിച്ചു. ഒരു സുഖമുള്ള നോവ്. അതേസമയം പാച്ചുവിനെ സെറ്റുമുണ്ട് ഉടുപ്പിച്ച് കയ്യിൽ ഒരു പാൽ ഗ്ലാസും കൊടുത്ത് അപ്പു അവളെ അബിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. ഇതെന്ത്, പൂക്കടയോ? അല്ല, എവിടെ എന്റെ കണവൻ? ബാൽക്കണിയുടെ വാതിൽ ഓപ്പൺ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി അവൾ. ആ, ഇവിടെ നിപ്പോണ്ടായിരുന്നോ? അബിയേട്ടാ. അവൻ അവളെ തിരിഞ്ഞു നോക്കി. എന്തും ഇത്രയും നന്നായി ഒരുങ്ങി വന്നപ്പോ ദേ നിൽക്കുന്നു. നോക്കി, ആകാശവും നോക്കി. എന്താണ് ഹേ? ആണോ? ഞാൻ കണ്ടില്ലല്ലോ. നീ പോടാ, ഞാൻ പോവേണം. അങ്ങനെ പോവാതെ പൊണ്ടാട്ടി. അതും പറഞ്ഞ് അവൻ അവളെ പിടിച്ചുകൊണ്ടുപോയി. ബീൻ ബാഗിലിരുന്ന് അവളെയും മടിയിലിരുത്തി. അവൾ ചെറുചിരിയോടെ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്നു. പാറു, എന്തോ? നിനക്ക് പേടിയില്ലേ? എന്തിന്? അല്ല, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ. നിന്നെ ഞാൻ പേടിക്കുന്ന എന്തിനാ? നീ എന്റെ അല്ലേ, അപ്പൊ ഞാൻ എന്നത്തിനെ പേടിക്കുന്നേ? അപ്പൊ ഒട്ടുമില്ലേ? അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. ഇല്ലല്ലോ, അവൾ അതേ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവന്റെ നെഞ്ചി ചേർന്നിരുന്നു ആകാശം നോക്കി. അപ്പി അവളുടെ കാതിൽ തിളങ്ങുന്ന സെക്കൻഡ് സ്റ്റഡിയിലായിരുന്നു നോട്ടം. അവൻ മുഖം താഴ്ത്തി അവളുടെ ചെവിയിൽ ചുംബിച്ചു. അവൻ അവന്റെ കയ്യിൽ പിടിമുറുക്കി. അടങ്ങിയിരിക്കും അബിയേട്ടാ, ഒന്ന് പോയടി. ഇന്നെനിക്ക് ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ്? ഒരെങ്ങനെയില്ല, പോയി കിടന്ന് നമുക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാം. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നു. എന്തോ? എങ്ങനെ? മനസ്സിലായില്ല. ഉറക്കം പോലെ ഉച്ചയ്ക്ക് നന്നായി ഉറങ്ങിയതല്ലേ? എന്നിട്ട് അവളുടെ ഉറക്കം. മോളെ പാറൂട്ടാ, നീ എന്റെ പൊണ്ടാട്ടിയല്ലേ. നിന്റെ അടവ് എനിക്ക് നന്നായി അറിയാലോ. മനസ്സിലാക്കിയല്ലോ കൊച്ചു കള്ളൻ. അവൻ കൈയെത്തി ടേബിളിലിരിക്കുന്ന പാക്കറ്റ് അവൾക്ക് നീട്ടി. അവൾ അത് തുറന്നു നോക്കി. ദേ തേൻമിഠായി. അവൾ ഉയർന്ന് അവന്റെ കവളി ചുംബിച്ചു. പാക്കറ്റ് കടിച്ചു പൊട്ടിച്ച് 2 എണ്ണം എടുത്ത് വായിലിട്ടു. പയ്യത്തിന്, ഇത് മുഴുവൻ നിനക്കല്ലേ? അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. ഡി, ഓരോന്നെടുത്ത് കഴിച്ച് മുഴുവൻ ഇങ്ങനെ ഒറ്റയടിക്ക് കഴിക്കാതെ. ഇതാ പൊളി, ഞാനും നോക്കട്ടെ. അവൾ കുറച്ച് കയ്യിലെടുത്ത് അവന് നേരെ നീട്ടി. ചെറുചിരിയോടെ അവൻ കൈ തട്ടി മാറ്റി അവളെ അവനിലേക്ക് അടുപ്പിച്ചു. ചേർത്തെടുത്ത് അവളുടെ കീച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് നുണഞ്ഞു. അവന്റെ കൈകൾ പാച്ചുവിന്റെ ഇടുപ്പിൽ പരതി നടന്നു. ഒന്ന് പിടഞ്ഞുവെങ്കിലും അവളും അവനിലേക്ക് ചേർന്ന് അവന്റെ ചുംബനം സ്വീകരിച്ചു. ശ്വാസം എടുക്കാൻ പറ്റാതെ അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലായിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്ന് അവന്റെ ചുണ്ടുകൾ പയ്യെ അടർന്നു. എന്നാലും അതിലും ആഴത്തിൽ തന്നെ അവൻ അവളുടെ ചുണ്ടുകൾ ചേക്കേറി. അവളെ എടുത്തു ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത ബെഡിലേക്ക് അവൻ കിടത്തി. അവരുടെ ചുണ്ടുകൾ അപ്പോഴും പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിൽ കിടത്തി. അവന്റെ നോട്ടം താങ്ങാതെ അവൾ ചരിഞ്ഞു കിടന്നു. അവൻ ചെറുചിരിയോടെ അവളോട് ചേർന്ന് കിടന്നു. പതിയെ അവളുടെ ചെവിയിൽ ഉമ്മ വെച്ചു. അവന്റെ വായിലാക്കി നുണഞ്ഞു. അവളുടെ കൈകൾ ബെഡിൽ അമർന്നു. അവൻ അവളിലേക്ക് ചാഞ്ഞു. അബിയേട്ടാ. അവൻ അവളെ തിരിച്ചു കിടത്തി. പാറൂസേ, ഒന്ന് നോക്കടി. അവൻ അവളുടെ കണ്ണുകൾ ചുംബിച്ചു. മൂക്കിൽ മൂക്കുരസി ചെറുതായി കടിച്ചു. അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. എന്നാൽ അവന്റെ വശ്യമായ നോട്ടത്തിൽ പതിയെ അവന്റെ കണ്ണിലേക്ക് ആഴ്ന്നു. എടുത്തോട്ടെ, എന്റെ മാത്രമായി. അവൾ അവനെ കണ്ണു ചെമ്മി കാണിച്ചു. അത് മതിയായിരുന്നു അവളിലേക്ക് അലിഞ്ഞു ചേരാൻ. അവൻ ചെറുചിരിയോടെ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി അവന്റെ മാത്രമായ ആ തോളിൽ കടിച്ചു. പതിയെ അവളുടെ സാരിത്തലപ്പ് അവളിൽ നിന്ന് നീക്കം ചെയ്തു. അവളുടെ മാറിൽ അവൻ മുഖം പൊഴുത്തി അവളെ അവൻ അർദ്ധനഗ്നയാക്കിയപ്പോൾ നാണത്തോടെ അവന്റെ ബനിയനുള്ളിലേക്ക് കയറി അവളുടെ നഗ്നത മറച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. പതിയെ അവരിൽ നിന്നും അത് നീക്കി അവളിലേക്ക് ഇറങ്ങി.
ഒരു ചെറുനോവോട് കൂടി അവൻ അവളുടെ മാറിൽ മുഖം പൊഴുത്തി. തന്നിൽ പൂർണ്ണത നൽകിയ അവനെ ചേർത്ത് പിടിച്ചു അവൾ. പതിയെ അവളിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ നെഞ്ചിൽ അവനെ ചേർത്ത് പിടിച്ച് അവളുടെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചിട്ടു. അപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവിൽ ചേർന്നുകൊണ്ടിരുന്നു. അവന്റെ വിരലുകൾ അവളുടെ കവളിൽ ചെറുതായി തലോടിക്കൊണ്ടിരുന്നു. വീണ്ടും അവരിലുണ്ടാകുന്ന വികാരത്തിൽ അവൻ അവളുടെ ആഴങ്ങൾ അലിഞ്ഞു ചേർന്നിരുന്നു. മുഖത്തടിക്കുന്ന സൂര്യപ്രകാശത്തിൽ പാച്ചു കണ്ണു ചിമ്മി തുറന്നു. അവന്റെ മുതുകിൽ തല വെച്ചവൾ കിടന്നത്. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ ദേഹത്ത് കിടക്കുന്ന അഭിയേട്ടന്റെ ബനിയം കണ്ടപ്പോൾ മനസ്സിലായി ഇന്നലെ അഭി ഇട്ടു തന്നതാണെന്ന്. ഇന്നലെ കുറച്ച് ഓർത്ത് നാണത്തെ പുഞ്ചിരി വിരിഞ്ഞു. അവൾ എഴുന്നേറ്റപ്പോഴാണ് അവൾ അത് കണ്ടത്. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾ അവന്റെ മുതുകിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. മുതുകിൽ നനവറിഞ്ഞ് അവൻ ഉണർന്നു. അവൻ തിരിഞ്ഞു കിടന്നു. എന്നാടാ, എന്നതാ പറ്റി? ഇത് എന്നതാ മുതുകിൽ? ഓ, അതാണോ? അത് തന്നെ. ഒരുപാട് വേദനിച്ചോ? അവൾ മുതുകിൽ തടവി ചോദിച്ചു. ഇതെപ്പോ? ഇല്ലല്ലോ, ഇത് കുറെ നാളായതാടി. 2 വർഷമായി. 2 വർഷോ? MBA ചെയ്യാൻ പോയപ്പോ. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? നല്ല വേദന എടുത്തില്ലേ? അവൾ അവന്റെ മുതുകിൽ ടാറ്റു നോക്കി. അവളുടെ കള്ളച്ചിരിയോട് കൂടിയുള്ള മുഖം അവന്റെ മുതുകിൽ നിറഞ്ഞു നിൽക്കുന്നു. സത്യമായി വേദനിച്ചില്ല. ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ നീ കാണുമെന്ന്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ടാട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയിരുന്നു. എന്റെ പൊന്നു പാറൂസേ, ഇത് അത്രയ്ക്കൊന്നും ഇല്ലടാ. ഇനി എന്റെ കൊച്ചു കരച്ചിലൊന്ന് നിർത്തിക്കേ, അല്ലെ ഇന്നലെ നടന്ന ഒരു റൗണ്ട് കൂടിയാവും. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. ഒന്ന് പോയേ, രാത്രിയിലൊന്നും എന്നെ ഉറക്കിയത് പോലുമില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേടി. അവളെ മടിയിലിരുത്തി അവൻ പറഞ്ഞു. ആണോ? ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് സ്നേഹം മതി കേട്ടോ കെട്ടിയോനെ. ഞാൻ നല്ല വിശാല മനസ്സനാണെടി ഭാര്യയെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അവന്റെ തല പിടിച്ചുയർത്തി. എന്നാടി, ഇനി ഞാൻ താങ്ങൂല. ആന്നോ? ആന്നേ. കുറച്ചു നേരം കൂടി, പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. ഒന്ന് പോയേ. അവൾ എഴുന്നേറ്റ് പോവാൻ വേണ്ടി. ഡി, ഒരു ഉമ്മയെങ്കിലും തന്നിട്ട് പോടി. അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു. ഒരു ഉമ്മയെക്കാട്ടിൽ പവർഫുൾ ആണ് കിട്ടിയോനെ. അതും പറഞ്ഞ് അവൾ ഓടി. നിനക്കിതിനുള്ളത് തരാട്ടോ. ഐ ആം വെയിറ്റിംഗ്. പിന്നെ കുളിച്ച് അപ്പുമായ അടുക്കളയിൽ കയറി. ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവരുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഫുഡ് കഴിച്ച് പിന്നെ സമയം പെട്ടെന്ന് തന്നെ പോയി. വൈകിട്ട് ഫംഗ്ഷന് വേണ്ടി റെഡിയായി. അഭി സ്യൂട്ടിട്ട് അടിപൊളിയായി നിന്നു. പാച്ചു ബ്രൈഡൽ ലെഹങ്ക ഇട്ട് മുടി ചെറുതായി പഫ് ചെയ്ത് അഴിച്ചിട്ടു. കാതിൽ ചെറിയ ഹെവി ഇയറിംഗ്സ് ഇട്ടു. കഴുത്തിലെ താലി, നെറ്റിയിലെ കുഞ്ഞിപ്പൊട്ടും തെളിഞ്ഞു നിൽക്കുന്ന സിന്ദൂരവും അവളുടെ ഭംഗിയുടെ മാറ്റുകൂട്ടി. അവൻ അവളെ തന്നെ മതിമറന്ന് നോക്കി നിന്നു. എന്റെ പൊന്ന് സാറേ, ആ വാ അടച്ചു വെക്കും, അല്ല പ്രാണി കയറിപ്പോ. നീ പോടാ, അതെന്റെ പെണ. അപ്പൊ നോക്കേണ്ടത് ഞാനാണ്. ഞാൻ പോന്നേ, ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേ. നീ വാടാ, നമുക്ക് പോയി ഫുഡ് കേട്ടാം. അതും പറഞ്ഞ് അവര് പോയി. പാച്ചു അബിയുടെ അടുത്ത് വന്ന് നിന്നു. അവൻ അവൾക്ക് വേണ്ടി കൈ കാണിച്ചു. അവൾ അവന്റെ കൈ ചേർത്ത് പാർട്ടിയിലേക്ക് പോയി.